നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീലപ്പിള്ള. നമസ്തേ രജീഷ്. ചർച്ചയിലേക്ക് സ്വാഗതം. അതെ, എൻ ഡി എയുടെ സ്റ്റാർ കാൻഡിഡേറ്റ് ആയിരുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിൽ മാരാർ ബി ജെ പിയുടെ എൻ ഡി എയുടെ ഒക്കെ പ്രതീക്ഷയായിരുന്നു അഖിൽ മാരാർ. പക്ഷേ 2020 പാർട്ടിയിലായിരുന്നു അഖിൽ മാരാർ ഉണ്ടായിരുന്നത്. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. എങ്കിലും തന്റെ നിലപാടുകൾ, വ്യക്തിപരമായ ചില നീക്കങ്ങൾ, ഇതൊക്കെ കൊണ്ട് അഖിൽ മാരാർ ആ, നിരവധി ആരാധകരെ ഈ ചുരുങ്ങിയ കാലത്തിൽ ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ ഏറ്റവും പുതുതായി കേൾക്കുന്ന ഒരു വാർത്ത, അഖിൽ മാരാർ 2020 വിടുകയാണോ അതോ വിട്ടോ എന്നാണ്. എന്താകും ശ്രീലപ്പിള്ള വിട്ടു. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുള്ളത്? പറയും. അഖിൽ മാരാർ 2020 വിട്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ അത് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അഖിൽ മാരാർ 2020 വിട്ടു എന്ന് പറയുമ്പോൾ അത് ഏവരും പ്രതീക്ഷിച്ചിരുന്നതാണ് എന്ന് തന്നെ പറയാൻ കഴിയുകയുള്ളൂ. കാരണം അഖിൽ മാരാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അഖിൽ മാരാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അഖിൽ മാരാറിന് 2020 പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാൽ അതിനുള്ള ഒരു പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആക്റ്റീവ് ആകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇവിടെ അഖിൽ മാരാർ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 2020 എന്ന രാഷ്ട്രീയ പാർട്ടി തുടക്കത്തിൽ കിഴക്കമ്പലത്തൊക്കെ വലിയ പേരെടുത്തതാണ്. എൻ ഡി എയുടെ ഘടകകക്ഷിയായി പെട്ടെന്ന് തിരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചരണത്തിന്റെ തുടങ്ങുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്താണ് എൻ ഡി എയുടെ ഭാഗമാകുന്നത്. പക്ഷേ പിന്നീട് ഈ പാർട്ടി ഇലക്ഷന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പാർട്ടിയെ മാറിയോ എന്നൊരു സംശയം. പിന്നെ അതിനെപ്പറ്റി അതിന്റെ സാബു തോമസ് ആയാലും ആരായാലും ഇതിനെപ്പറ്റി യാതൊരു വാർത്തയും ഒരു വിവരങ്ങളും ഒന്നും പങ്കുവയ്ക്കാത്തൊരു അവസ്ഥ. അപ്പോൾ ആ പാർട്ടി ഇലക്ഷന് വേണ്ടി മാത്രമാണോ അതോ തെരഞ്ഞെടുപ്പിൽ 19 സ്ഥാനാർത്ഥികളും തോറ്റ് പോയതോടെ ആ പാർട്ടി പിൻവാങ്ങുകയായിരുന്നു രാഷ്ട്രീയ രംഗത്ത് നിന്ന്? എന്തായിരിക്കും ശരിക്കും അവിടെ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പരമായ ആശയങ്ങളുള്ളവർക്കുമൊക്കെ ചിലപ്പോ പലതരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ ഉണ്ടാവും. ബിസിനസ്സുകാർ തുടങ്ങുന്ന ചാനലും ബിസിനസ്സുകാർ തുടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടിയും ഒക്കെ വലിയ അപകടകരമായ കാര്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബിസിനസ്സുകാർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയാൽ അല്ലെങ്കിൽ ബിസിനസ്സുകാർ ഏതെങ്കിലും ഒരു ചാനൽ തുടങ്ങിയാൽ അവരുടെ ബിസിനസ് താല്പര്യങ്ങളായിരിക്കും അവിടെ പ്രധാനമായി നിൽക്കുക. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാർഗം കൊണ്ടോ ഒക്കെ മാധ്യമ പ്രവർത്തനത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും വരുന്നവർക്ക് അവിടെ തുടർന്നു പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായി വരും. ഇവിടെ നമ്മൾ 2020 ഉണ്ടാകാനിടയായ സാഹചര്യം നമുക്കറിയാം. സാബു ജേക്കബിന്റെ ബിസിനസ് പ്രൊമോഷൻ മാത്രമായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അതിന്റെ ആ CSR ഫണ്ട് എടുത്തുകൊണ്ട് അത്തരം ചില പ്രവർത്തനങ്ങൾ സാബു ജേക്കബ് നടത്തിയിരുന്നു. അതല്ലെങ്കിലും ഇത് പിന്നെ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിലും എല്ലാവർക്കും ആ CSR ഫണ്ട് അങ്ങനെ ചെലവാക്കേണ്ട കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ടാണ്, അത് ചെലവാക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്ന രീതിയിൽ അത് ചെലവാക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സാബു ജേക്കബ് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല രാഷ്ട്രീയക്കാരനാവുക കൂടി ചെയ്യുമ്പോൾ പലയിടത്തും പല രീതിയിലും സാബു ജേക്കബിനടക്കം പല രീതിയിലും ഒരു ആരെയെങ്കിലും ഒക്കെ കാണുകയും അവരോട് ഒരു സമ്മർദ്ദ ശക്തിയായി നിൽക്കാനും ഒക്കെ കഴിയുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം കേരളത്തിൽ സാബു ജേക്കബിന്റെ അവസ്ഥ എന്തായിരുന്നു നമുക്കറിയാവുന്ന കാര്യമാണ്. പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുള്ളവരായിരുന്നു സാബു ജേക്കബ് എന്ന് നമുക്കറിയാം. പിണറായി വിജയനുമായി തെറ്റിയപ്പോൾ സാബു ജേക്കബ് പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. അതായത് അമേരിക്കയിൽ ട്രീറ്റ്മെന്റിന് പോയപ്പോൾ പോലും കൂടെ ഉണ്ടായിരുന്നത് സാബു ജേക്കബാണ്, ഞാനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് സാബു ജേക്കബ് പറയുമ്പോൾ അന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യാം. അതിനുശേഷമാണ് പെട്ടെന്ന് സാബു ജേക്കബ് NDAയിലേക്ക് വരുന്നത്. അതായത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആൾ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ എത്തിയപ്പോൾ നേരത്തെ സാബു ജേക്കബിന് ആ ധൈര്യം ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പൊ K സുരേന്ദ്രൻ അടക്കമുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവർ അടക്കമുള്ളവർക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ ചെന്ന് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. നേരെ മറിച്ച് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ ഭാഷയുടെ കേന്ദ്രമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാഷയുടെ ബാരിയറില്ല. ദേശീയ നേതാക്കന്മാരുമായും നരേന്ദ്രമോദിയുമായും ഒക്കെ അടുത്ത ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കും നടപ്പാക്കാനും ഒക്കെ കഴിയും. ഈ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സാബു ജേക്കബിനെ പോലെ പലരും കാര്യം കാണാൻ വേണ്ടിയുള്ള പല ആൾക്കാരും ഇപ്പൊ FCRA ബില്ലുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിലും ചില പള്ളിയിലച്ചന്മാരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളവർ അവരൊക്കെ ഒന്ന് അടുത്തു നിൽക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ പലരും ഇവിടെ പാർട്ടിയിലേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. സാബു ജേക്കബും നടത്തിയ ഒരു ശ്രമം തെലങ്കാനയിൽ നടക്കുന്ന ബിസിനസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും തനിക്ക് ഉണ്ടാവരുത്, അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുക എന്ന നിലപാടെടുത്തു. അതിനൊപ്പം തന്നെ സാമ്പത്തിക വളർച്ച സാബു ജേക്കബിന് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരിക്കും. അത് തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ഇപ്പോ ഗുരുതരമായ ആരോപണങ്ങൾ അഖിൽ മാരാർ ഉന്നയിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിക്കാൻ ആളുണ്ടായിരുന്നില്ല, തന്നോട് ഇഷ്ടവും പരിചയമുള്ളവരൊക്കെ അവിടെ വന്നു നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. ആകെ 2 പേർ മാത്രമാണ് പ്രവർത്തിക്കാനുണ്ടായിരുന്നത്. ആദ്യം തന്നെ കൊട്ടാരക്കര സീറ്റ് നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്, എന്നാൽ കൊട്ടാരക്കര സീറ്റ് നൽകിയില്ല. പിന്നീട്
തൃപ്പൂണിത്തറ സീറ്റ് നൽകാമെന്ന് പറഞ്ഞു, അതും നൽകിയില്ല. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ അഖിൽ മാരാർ പറയുന്നു. അഖിൽ മാരാർ പറയുമ്പോൾ ഇത് നമുക്ക് വ്യക്തവും കൃത്യവുമായി ബോധ്യമാകുന്നുണ്ട്. അഖിൽ മാരാർ പറയുന്ന അഖിൽ മാരാറിന്റെ ബൈക്ക് 20 ലക്ഷം രൂപയുടെ ബൈക്ക് വിറ്റിട്ടാണ് അഖിൽ മാരാർ തെരഞ്ഞെടുപ്പ് ഫണ്ട് ചെലവാക്കിയത്. പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് ആ പണമെങ്കിലും തിരിച്ചു തന്നത്, താൻ ചെലവാക്കിയ പണമെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയത് എന്നാണ് ഇപ്പൊ അഖിൽ മാരാർ പറയുന്നത്. അതൊക്കെ ശരിയാകാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 40 കോടിയിലധികം രൂപ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി BJPയുടെ കേന്ദ്ര നേതൃത്വം സാബു ജേക്കബിനെ കൈമാറിയിട്ടുണ്ട് എന്നാണ്. അപ്പോ ആ ഫണ്ടിൽ ഇടനിലക്കാരാണോ കൊണ്ടുപോയത്, സാബു ജേക്കബിന്റെ ഇടയിലെ പാലമായി പ്രവർത്തിച്ചവരാണോ അതിന്റെ ഫണ്ട് അടിച്ചു മാറ്റിയത്, സാബു ജേക്കബാണോ? ഇതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ചർച്ചയിൽ വരേണ്ടതോ അല്ലെങ്കിൽ അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമായതുകൊണ്ട് അത് അവർ തമ്മിൽ സംസാരിക്കില്ല. BJPയും 2020 തമ്മിൽ സംസാരിക്കില്ല, അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചല്ല ഈ വിഷയം പറയുന്നത്. 40 കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് ഞാൻ ഉറപ്പിച്ച് പറയുകയല്ല. പക്ഷെ എങ്കിൽ പോലും എന്തായാലും പണം നൽകിയിട്ടുണ്ട്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം കേന്ദ്ര ഫണ്ട് BJP എല്ലാ സ്ഥാനാർത്ഥികൾക്കും നൽകിയിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികൾക്ക് നൽകിയ ഫണ്ടുകൾ പല സ്ഥാനാർത്ഥികളുടെയും അടുത്ത് എത്തിയിട്ടില്ല. ആ സ്ഥാനാർത്ഥികളെല്ലാം ഇതിൽ നേതാക്കന്മാർ പലരും ഇടനിലക്കാരായി വർത്തിച്ചുകൊണ്ട് പലരും പലരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരും, പല ബിസിനസ്സുകാരെയും. നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പറയാനുണ്ട്, അത് അടുത്ത വാർത്തയിൽ നമുക്ക് പറയാം. അപ്പോൾ പല ബിസിനസ്സുകാരെയും അങ്ങനെയുള്ളവരെയൊക്കെ ഈ പാർട്ടിയിലേക്ക് BJPയോട് അടുപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. BJPയിലേക്ക് കൊണ്ടുവരാനും BJPയുടെ NDA ഘടകകക്ഷിയാക്കി മാറ്റാനും ഒക്കെ ശ്രമിച്ചതിന്റെ പിന്നിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആലോചിച്ച് നോക്കൂ, ഇവിടെയാണ് 2020യുമായി ബന്ധപ്പെട്ടുണ്ടായ ഡീൽ അല്ലെങ്കിൽ ആ വിവാദങ്ങൾ, അതിനെ സംബന്ധിച്ച തർക്കങ്ങളും ചർച്ചകളും ഒക്കെ ആകുന്നത്. നമുക്കറിയാം, ഈ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് ആണെങ്കിലും ഇപ്പൊ രാജു ചന്ദ്രശേഖർജിയെ അങ്ങനെ പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏതൊക്കെ ഓരോ മണ്ഡലങ്ങളിലും ഏതൊക്കെയാണെന്ന് അറിയാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. അതിന് അദ്ദേഹം പഠിച്ചു വരണം. 1, 2, 3 വർഷം കഴിയുമ്പോൾ അദ്ദേഹം അത് ഓട്ടോമാറ്റിക്കലി പഠിച്ചേക്കാം. ആദ്യം ഇപ്പൊ വരുമ്പോൾ പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു എല്ലാ സ്ഥലവും എല്ലാം പെട്ടെന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയ കാര്യമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്താണ് അവരുടെ ഭൂമിക, എന്താണ് അവരുടെ ഒരു രാഷ്ട്രീയപരമായ അവരുടെ ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ എങ്ങനെയാണ് എവിടെയാണ് ഈ 2020 ഉള്ളതെന്നതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇത്രയധികം സീറ്റുകൾ 2020 കൊടുത്തത്? ഒരാൾ പോലും ഒരു സ്ഥലത്തും മത്സരിക്കാനോ അല്ലെങ്കിൽ മത്സരിക്കുന്നവരുടെ കൂടെ നടക്കാനോ പോലും ഇല്ലാത്ത ആ ഒരു സംഘടന എന്ന് പറയുന്ന രൂപമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് ഇവർ പറയുന്ന 2020ക്ക് ഇത്രയധികം സീറ്റുകൾ വാരിക്കോരി നൽകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അപ്പോൾ അവർക്ക് നൽകുന്ന പണം അടിച്ചു മാറ്റാനുള്ള എന്തെങ്കിലും ഡീൽ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ സംശയിക്കുന്നതിൽ ന്യായമായി നമുക്ക് അതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെയാണ് നമ്മൾ പറഞ്ഞത്, ഇപ്പൊ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോ അഖിൽ മാരാർ പറയുന്നത്. പല മണ്ഡലങ്ങളിലും ഇപ്പോ അഞ്ചലിക്കാണെങ്കിലും തൃപ്പൂണിത്തറയാണെങ്കിലും അതുപോലെ ജയിക്കാതിരിക്കാനുള്ള നീക്കം BJPയിലെ ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയെന്നാണ്. അത് AN രാധാകൃഷ്ണനാണ്. AN രാധാകൃഷ്ണൻ അങ്ങനെ ഒരു നീക്കം നടത്തിയ തന്റെ മരുമകന് വേണ്ടിയാണ് എന്ന് അങ്ങനെയുള്ള എന്തോ ഒരു വൈരാഗ്യമുണ്ട്. അതായത് കൊട്ടാരക്കരയിൽ രശ്മിയെ കൊണ്ടുവരാനിടയായ സാഹചര്യം കോൺഗ്രസിൽ നിന്ന് നമുക്കറിയാം. 3 പ്രാവശ്യം കോൺഗ്രസിന് മത്സരിച്ച് തോറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയാണ് BJPയിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. അവർക്ക് വലിയ തുക പണം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് പണം നൽകി തന്നെയാണ് അവർക്കൊരു കടമുണ്ടായിരുന്നു, ആ കടം വീട്ടി അവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഞാൻ ചോദിക്കുന്നത്, ഒരാളെ കൊണ്ടുവരും നമുക്ക് മനസ്സിലാക്കാം. ഏതെങ്കിലും ലൈംലൈറ്റ് ഇപ്പൊ അഖിൽ മാരാരെ വിളിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അഖിൽ മാരാർ വളരെ നല്ല ഒരു റിയാലിറ്റി ഷോയുടെ വിന്നറായിരുന്നു, സമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരാളാണ്. അഖിൽ മാരാരെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. 3 പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് തോറ്റ ഒരാളെ വീണ്ടും BJPയിലേക്ക് പണം കൊടുത്തു കൊണ്ടിരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? അതിൽ എന്തെങ്കിലും സാമ്പത്തിക ലാഭങ്ങൾ ഇല്ലാതെ അത് ചെയ്യില്ല എന്നുള്ളതാണ്. സാധാരണ നമുക്കറിയാം, BJPയും സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കഴിവും കാര്യപ്രാപ്തിയും ഉള്ളവരെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനോ അവർക്ക് വേണ്ട ഒരു പരിഗണന നൽകാനോ പോലും തയ്യാറാകാത്ത ഇവർ ഇങ്ങനെയുള്ള ചില ആൾക്കാരെ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവരുന്നതിന്റെ സാങ്കേതികത്വം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത് പാർട്ടി പ്രവർത്തകർ ചോദ്യം ചെയ്യുക തന്നെ വേണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ ആക്രമിക്കാനും നമ്മൾ മോശക്കാരാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. നമ്മൾ സംഘടനാ വിരുദ്ധരാണെന്ന് വരുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പക്ഷെ അതല്ല സംഭവം. ഇത് ചോദിക്കുക തന്നെ വേണമെന്ന് പറയുന്നത് ഈ പാർട്ടി ഇവിടെ നിലനിൽക്കാൻ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ അനിവാര്യമാണ്. എങ്കിലേ തിരുത്തൽ നടപടികൾ ഉണ്ടാവും, ആൾക്കാരിലേക്ക് കൂടുതൽ ഇതെത്തൂ. എല്ലാവരും മിണ്ടാതിരിക്കുമ്പോൾ ആൾക്കാരെല്ലാം മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ, ഇപ്പൊ എനിക്കറിയാം BJPയും സംഘപരിവാറുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ട്, അവരാരും ഒന്നും സംസാരിക്കില്ല. നേതൃത്വത്തോട് പോലും ഈ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതെ അവരവിടെ നിന്ന് ഇറങ്ങി അവരുടെ ജീവിതം അവരുടെ വീടിനുള്ളിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ വീടിനുള്ളിൽ ഒതുങ്ങുകയാണ്. ആരും ഇത് തുറന്നു പറയുന്നില്ല.
അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മോശപ്പെട്ട രീതിയിലേക്ക് ഈ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരുടെ അപ്രമാദിത്വം, ഇവിടുത്തെ നേതാക്കന്മാരുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ കഴിവും കപ്പാസിറ്റിയും ഉള്ളവർ അവിടെ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ പാർട്ടിക്ക് പുറത്തോട്ട് പറയണ്ട, പാർട്ടിക്ക് പുറത്ത് പറയണമെന്ന് ഞാനും പറയുന്നില്ല. നിങ്ങൾ പാർട്ടി ഇപ്പൊ ഞാൻ പറയുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ പാർട്ടി പ്രവർത്തകയോ പാർട്ടിയിലെ ഏതെങ്കിലും തരത്തിലുള്ള ഭാരവാഹിത്വമുള്ള ആളോ അല്ല. നേരെ മറിച്ച് അങ്ങനെയുള്ള എനിക്ക് പറയാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിൽ പറയാനുള്ള സംവിധാനം ഉണ്ടാകണം. നേതാക്കന്മാരോട് മുഖത്ത് നോക്കി ചോദിക്കണം. നിങ്ങൾ അവിടെ പറഞ്ഞോളൂ, പുറത്ത് പറയണ്ട. നിങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ നിങ്ങൾ പറഞ്ഞ്, പാർട്ടിക്കുള്ളിൽ പറയേണ്ടവരോട് പറഞ്ഞ്, സംഘടനയ്ക്കുള്ളിൽ നിരന്തരം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ്, അതുകൊണ്ട് നമ്മളെ അങ്ങ് വെട്ടിക്കൊള്ളും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ അങ്ങ് പാർട്ടിയിൽ നിന്ന് അപ്രസക്തമാക്കി കൊണ്ടുപോകുമെന്നൊന്നും ചിന്തിക്കേണ്ട. എല്ലാവരും ഒരുപോലെ നിന്നാൽ ഈ പാർട്ടിയെ നന്നാക്കി എടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇതിൽ നമുക്കറിയാം, ഇപ്പൊ പാർട്ടിക്കകത്താണ് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, ഒരു അക്ഷരം മിണ്ടാൻ, പാർട്ടിക്കകത്താണെങ്കിൽ ഒരു അക്ഷരം മിണ്ടാൻ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, പുറത്തേക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് അവരോടൊക്കെ ചോദിക്കാം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇതിന്റെ കാര്യം എന്താണെന്ന് തീർച്ചയായിട്ടും ചോദിക്കണം. എങ്കിലേ മാറ്റങ്ങൾ വരികയുള്ളൂ. ഈ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ഇപ്പൊ അഖിൽമാരാരെ സംബന്ധിച്ച് നോക്കുകയാണ്, അഖിൽമാരാറിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അഖിൽമാരാരെ സംബന്ധിച്ചിടത്തോളം അഖിൽമാരാറിന് കിട്ടിയ ഒരു ഫെയിം, അതുപോലെ തന്നെ അഖിൽമാരാറിന്റെ ഉള്ളിലുള്ള ഒരു പ്രതിഭ, ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അവിടെ നടക്കുന്നുണ്ട്. അഖിൽമാരാർ നല്ല കഴിവുള്ള ഒരാളാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അഖിൽമാരാറിന്റെ കഴിവ് കൊണ്ട് തന്നെയാണ് ഇവിടെ വരെ എത്തിച്ചേർന്നിട്ടുള്ളതും. പക്ഷെ അഖിൽമാരാറിന് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട് എപ്പോഴും. ഇപ്പൊ നമ്മളിപ്പോ പറയുമ്പോ ഞാൻ എല്ലാ കാര്യത്തെയും ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് സംഘടനാപരമായി എനിക്കൊരു ചിന്തയുണ്ട്, ഞാൻ ഇന്ന സംഘടന തന്നെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ഈ സംഘടനയിൽ നോടി വേറൊരു സംഘടനയിൽ പോലെ അവിടെയും ഇത് തന്നെയായിരിക്കും പ്രശ്നം. അപ്പൊ എനിക്ക് സംഘടനാപരമായി ഈ സംഘടനയിൽ നിന്നുകൊണ്ട് ഈ സംഘടനയിൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ സംഘടനയെ വിമർശിച്ച് നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അഖിൽമാരാറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അഖിൽമാരാർ കുറച്ചു കാലം കോൺഗ്രസിലായിരുന്നു, അതിനുശേഷം കുറച്ചു കാലം യുവമോർച്ചയിൽ വന്നു. അവിടെ നിന്ന് അഖിൽമാരാർ ബിഗ് ബോസിൽ പോകുന്നു, ബിഗ് ബോസിൽ വലിയ താരമാകുന്നു, ബിഗ് ബോസിൽ നിന്ന് പലതരത്തിലുള്ള അഭിപ്രായം അദ്ദേഹം പറയുന്നു, രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, മതേതരത്വം പറയുന്നു, മറ്റുള്ളവരുടെ എല്ലാം മുന്നിൽ വലിയ ഒരു മതേതര നിലപാടുള്ള ആളാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്നു, കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയാകാൻ പറ്റുന്നില്ല, ഉടൻ തന്നെ മറ്റൊരു സംവിധാനം ആലോചിക്കുന്നു, 2020യിലേക്ക് പോകുന്നു, 2020യിൽ മത്സരിക്കും, ഇപ്പൊ 2020 BJP ഒക്കെ വിട്ട് ഇനി സ്വതന്ത്രരായി നിൽക്കുകയാണെന്ന് പറയുന്നു. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഐഡന്റിറ്റി ക്രൈസിസ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന അഖിൽമാരാറിനുണ്ട്. നമുക്കറിയാം അഖിൽമാരാരെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇതാണ് അഖിൽമാരാരുടെ വ്യക്തിപരമായ പ്രശ്നം അല്ലെ? അഖിൽമാരുടെ വ്യക്തിപരമായ ഒരു പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും അഖിൽമാരാറിന് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മളെ ഏത് സംഘടനയെ പ്രതിദാനം ചെയ്താലും ആ സംഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. സംഘടനയ്ക്കകത്ത് നമ്മൾ നിൽക്കുമ്പോൾ സംഘടനയ്ക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ സംഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ സംഘടനയെ വിമർശിക്കുക അല്ല, നമ്മൾ സംഘടനയ്ക്കകത്ത് വിമർശിക്കുക എന്നുള്ളതാണ്, പുറത്തു പറയുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അങ്ങ് വിട്ടുപോവുക എന്നുള്ളതല്ല, അതല്ല ചെയ്യേണ്ടത്. ഇത് അഖിൽമാരാറിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ NDAയോടും ഘടകകക്ഷിയോടും ഒപ്പം NDAയുടെ ഘടകകക്ഷിയായി 2020 വരികയും 2020യിൽ ചേരുകയും ഒക്കെ ചെയ്തപ്പോ ഞാൻ മനസ്സിലാക്കുന്ന അഖിൽമാരാറിന് സ്വാഭാവികമായി കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നഷ്ടമായിട്ടുണ്ടെന്നാണ്. അത് സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാകും. ഈ സംഘപരിവാർ അനുകൂലികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൊതുവിടത്തിൽ വന്നിട്ടുള്ള എല്ലാവരെയും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വേട്ടയാടുന്ന നയം എല്ലാ കാലത്തും ഉണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊക്കെ എനിക്ക് സത്യം പറയാൻ മികച്ച അവസരങ്ങൾ പലപ്പോഴും നഷ്ടമാകുന്നത് രാഷ്ട്രീയ ഇതുകൊണ്ട് തന്നെയാണ്. ഈ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ളത് കൊണ്ട് തന്നെ അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അതായത് ഞാൻ ഈ പത്രപ്രവർത്തന രംഗത്ത് വരുമ്പോൾ തന്നെ സംഘപരിവാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഘപരിവാറിന്റെ ആദർശങ്ങൾ തുടർന്ന് ജീവിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേരുദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെ ഒരു സ്ഥലത്ത് സർവൈവ് ചെയ്യാൻ. കാരണം രാഷ്ട്രീയപരമായി ഏറ്റവും കൂടുതൽ പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന്റെ തണലിൽ നിൽക്കുന്ന പത്രപ്രവർത്തകരുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. നമ്മൾ അറിയുകയോ ചെയ്യുകയോ പറയുകയോ ചെയ്യാത്ത ഒരുപാട് കഥകൾ, ആ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കാരണം പിന്നെ കൃത്യമായ അഭിപ്രായം പറയുന്നത് കൊണ്ടാണ്. സംഘപരിവാർ അനുകൂലിയാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ആരോടും ഇത് പറയാതിരിക്കുകയോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആദർശങ്ങൾക്ക് വേണ്ടി, ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതുന്നു, എന്റെ അഭിപ്രായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നു. പത്രപ്രവർത്തക യൂണിയനിൽ ഉണ്ടായിരുന്ന സമയത്തും എന്റെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി തന്നെ ഞാൻ അവിടെ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുന്ന, സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ മേലുദ്യോഗസ്ഥന്മാരായിരുന്ന പല ആൾക്കാരും, പല സ്ഥാപനങ്ങളിലും മേലുദ്യോഗസ്ഥന്മാരായിരുന്നവർ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളിലൊക്കെ ഭാഗഭാക്കാക്കി എന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആരോടെങ്കിലും മിണ്ടിയാൽ അവരെ ചേർത്ത് തോന്നിവാസം പറയാറുണ്ട്. ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പനങ്കള്ള് പോലും തൊട്ട് നാക്കിൽ പോലും വെക്കാത്ത എന്നെ കള്ളുകൂടിയെത്തിയായി പോലും ചിത്രീകരിക്കുന്ന രീതിയിലുള്ള കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്.
അത് സംഘപരിവാർ ആണ് എന്ന് പറയുന്നത് കൊണ്ടുണ്ടാകുന്ന വേട്ടയാടലുകളാണ്. ആ വേട്ടയാടലുകളെ ചില സമയത്ത് സംഘപരിവാറുകാർ പോലും അവർക്കെതിരെ അഭിപ്രായം പറഞ്ഞാൽ അത് ആയുധമാക്കി എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്ന കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ്. കേരളത്തിൽ ഇപ്പൊ അറിയാം, പേളിമാണി ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ പേളിമാണിയെ 4-5 ലക്ഷം പേരാണ് പേളിമാണിയുടെ ഫേസ്ബുക്കിൽ നിന്നും കൊഴിഞ്ഞു പോയിട്ടുള്ളത്. അഖിൽമാരാരും പറയുന്നു 70,000-ഓളം പേർ പോയിട്ടുണ്ട്. നഷ്ടങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ നഷ്ടങ്ങളിൽ നമ്മൾ നിലപാടെടുത്ത് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോ എനിക്കറിയാം, ഈ സംഘപരിവാറിന്റെ പാളയത്തിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, സംഘപരിവാർ ഒരിക്കലും കൂടെ നിൽക്കുന്നവരെ അല്ലെങ്കിൽ കൂടെ ഇപ്പോ CPM-നെ സംബന്ധിച്ചിടത്തോളം അവര് ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഒരു വേദി നൽകും. അപ്പോ അവരുടെ പ്രോഗ്രാംസ്, മിക്കവാറും അവർക്ക് പ്രോഗ്രാമുകൾ ഉണ്ടാവും, അവരുടെ ആൾക്കാർക്ക് അവർ എവിടെയെങ്കിലും ഒക്കെ വേദി നൽകും. ആ സംഘപരിവാറിന് എനിക്കറിയാം, സംഘപരിവാർ ആനുകൂല്യമുള്ള ചിലർ പലപ്പോഴും ഇടതനുകൂലമായി അഭിപ്രായം പറയുകയും ചില സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവർ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യുന്നത് എനിക്ക് വ്യക്തിപരമായി അറിയാം. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഗൾഫിൽ കുറെ പ്രോഗ്രാം ഉണ്ടാകും, ആ പ്രോഗ്രാമിന് കൊണ്ടുപോകും എഴുത്തുകാരുടെ ശില്പശാല. ഇതൊന്നും സത്യം പറഞ്ഞാൽ വൃത്തിയായി എഴുതാനോ നന്നായി സംസാരിക്കാനോ എഴുതാനോ പോലും അറിയാത്ത ആൾക്കാരെ അവർ സാംസ്കാരിക നായകരും നായികമാരുമാക്കും. നേരെ മറിച്ച് സംഘപരിവാറിൽ അങ്ങനെ ആരെങ്കിലും വന്നാൽ അവരെ ജീവിതകാലത്ത് ആ ഭാഗത്തെ കടുപ്പിക്കില്ല. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാംസ്കാരികപരമായി ഉയർന്നു നിൽക്കുന്നവരും സാംസ്കാരികപരമായി താല്പര്യമുള്ളവരും ഒക്കെ സംഘപരിവാറിന്റെ ഭാഗമാകാൻ മടിക്കും. കാരണം അവിടെ ഒന്നും കിട്ടാനില്ല. ഇപ്പൊ രാജസേനൻ തന്നെ ഇടയ്ക്ക് അവിടെ വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. രാജസേനൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമോ ഒന്നും തന്നെ നമുക്ക് ലഭ്യമാകില്ല. അപ്പോ ആ സമയത്താണ് രാജസേനൻ വിട്ടുപോയത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ഒറ്റപ്പെടലുകൾ ഇവർക്കുണ്ടാകുമ്പോൾ തീർച്ചയായും അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പൊ പേളിമാണിയുടെ കഴിഞ്ഞ ദിവസം പേളിമാണിക്ക് ഇത്രയധികം പ്രശ്നമുണ്ടായി. ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, പേളിമാണിയെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം, പേളിമാണിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം, പേളിമാണിക്ക് ഇത്തരത്തിലുള്ള ഉറച്ച അഭിപ്രായം പറയുന്നവർ ഈ രാജ്യത്തുണ്ടാവണം. അവർ രാജ്യവിരുദ്ധത ഒന്നും പറഞ്ഞില്ല. സത്യത്തിൽ അവർ പറഞ്ഞ എന്താണ്, അവർ പറഞ്ഞതിനെ പോലും തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. അവര് പറഞ്ഞത് അവരൊരു അമ്മ എന്ന കൺസേണിലാണ്, കുട്ടികൾ ജീവൻ നഷ്ടപ്പെടുത്തി സമരം ചെയ്യരുതെന്ന് മാത്രമാണ്. അതിനെ സംഘപരിവാറിന്റെ നിറം ചാർത്തിക്കൊണ്ട്, അവരൊരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ്. അപ്പൊ അത് സംഘപരിവാറിന്റെ നിറം ചാർത്തിക്കൊണ്ട് അവരെ ഏതൊക്കെ രീതിയിലാണ് ആക്രമിച്ചത്, എനിക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ചില കാരണങ്ങളും അഖിൽമാരാരുടെ ഇപ്പോഴത്തെ ഈ മാറ്റത്തിന് പിന്നിലുണ്ടാവും. പിന്നെ അഖിൽമാരാർ പറയുന്ന കൺസേൺ ഒക്കെ ശരിയായിരിക്കാം. സാബുജൊക്കെ ഫോൺ എടുക്കുന്നില്ല, അത് പലരും പറഞ്ഞു ഞാൻ കേട്ടു. ഈ ഫോൺ എടുക്കൽ എന്ന് പറയുന്ന ബിസിനസ്സുകാരനാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. ഇലക്ഷൻ വരുമ്പോൾ ഒരു തട്ടിക്കൂട്ട് സംവിധാനം ഉണ്ടാക്കണം. നമ്മുടെ ഈ BDJS-നെ പോലെ തന്നെ BDJS-ഉം അതുപോലെ തന്നെയാണ്. ഇലക്ഷൻ വരുമ്പോഴും കേന്ദ്രത്തിൽ BJP-യുടെ ഭാഗമായി നിൽക്കാനും ആഗ്രഹമുള്ളത് കൊണ്ട് നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക്, അവരുടെ കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും അവർക്കൊന്നും പ്രത്യയശാസ്ത്രപരമായ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. ഇവിടെയും അഖിൽമാരാറിന്റെ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നതാണ്. ചെറുപ്പം മുതൽ അദ്ദേഹത്തിന് കൃത്യമായി ഉറച്ചു നിൽക്കാനുള്ള ഒരു സ്പേസ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. അവിടെയാണ് അഖിൽമാരാറിന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അഖിൽമാരാർ ഇപ്പോൾ ഇനി സ്വതന്ത്രരായി നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും അഖിൽമാരാറിനെ അഖിൽമാരാർ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ വ്യക്തിപരമായി ഞാൻ പറയുകയാണ്, എനിക്ക് അഖിൽമാരാർ ഇഷ്ടമുള്ള ഒരാളാണ്. രാഷ്ട്രീയപരമായി അഖിൽമാരാർ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പോയാലും അഖിൽമാരാറിന്റെ ചില നിലപാടുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അഖിൽമാരാറിന് പറ്റിയത് അഖിൽമാരാർ ഒന്ന് ഉറച്ച് ഏതെങ്കിലും ഒരു തീരുമാനം എടുത്ത് ഉറച്ച് എവിടെയെങ്കിലും നിൽക്കണം. അഖിൽമാരാർ ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഭാവി അങ്ങനെ പോകരുത്. അതുപോലെ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത് കൊണ്ട് അഖിൽമാരാരെ നാട്ടിലുള്ള എല്ലാവരും കയറി ഇങ്ങനെ ചൊറിയുന്ന ഒരാളായി മാറിയിരുന്നു ഇടക്കാലത്ത്. അത് കൂടുതലും ഈ ട്രാൻസ്ജെൻഡേഴ്സും ആക്ടിവിസ്റ്റുകളും അഖിൽമാരാറിന്റെ ബിഗ് ബോസ് താരങ്ങളും ഒക്കെയാണ്. അത്തരം വിഷയങ്ങളിലൊക്കെ അഖിൽമാരാർ കുറച്ചുകൂടി മാറി അത്തരം കമ്മ്യൂണിക്കേഷൻസ് കൂടുതൽ ഒഴിവാക്കിക്കൊണ്ട് അഖിൽമാരാറിന്റെ ഒരു ഐഡന്റിറ്റി കൃത്യമായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകട്ടെ. അഖിൽമാരാർ നല്ല ചെറുപ്പക്കാരനാണ്, കഴിവുള്ള ചെറുപ്പക്കാരനാണ്. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ക്രൈസിസ് അദ്ദേഹം തന്നെ അത് സോർട്ട് ഔട്ട് ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ വളരെയധികം പണം ഈ 2020 വന്നിട്ടുണ്ട്. അതും തട്ടിപ്പും വെട്ടിപ്പും അവിടെയും നടന്നിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോ അഖിൽമാരാരുടെ പ്രസ്താവനകളിൽ നിന്ന് ബോധ്യമാകുന്നത്. ചില അവസാനമായി ചോദിക്കട്ടെ, BJP-ക്കുള്ളിൽ ഒരു കോർ കമ്മിറ്റി ഉണ്ട്, NDA-ക്കുള്ളിൽ. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം 3 സീറ്റ് കിട്ടി, ബാക്കി സീറ്റ് എവിടെ പോയി എന്നതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാനായിട്ട് കോർ കമ്മിറ്റി ചേർന്നിരുന്നു. ഈ കോർ കമ്മിറ്റിയിൽ പക്ഷേ ഈ 2020-യുടെ ഈ ഒരു സ്കൂട്ടിംഗ് സ്വഭാവം ഒന്നും വന്നില്ല. അതിനു പകരം ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊക്കെ എടുത്തുകാട്ടി പാലാ ബിഷപ്പിനെതിരെയൊക്കെ രൂക്ഷമായി വിമർശിച്ചു എന്ന ആരോപണം ഉന്നയിച്ച് PC ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയും കടുത്ത ഭാഷയിൽ വിമർശിക്കാനാണ് ചില നേതാക്കൾ ഈ കോർ കമ്മിറ്റി തയ്യാറായത്. അതോടെ 2020-യുടെ ബാക്കി എത്രയും പേർ തോറ്റത്, BDJS-ന്റെ എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റത്, 2020-യുടെ മൊത്തത്തിൽ പരാജയപ്പെട്ടു പോയത്, ഇതൊന്നും ചർച്ചാ വിഷയമായില്ല. ഇതൊക്കെയല്ലേ ശരിക്കും BJP NDA മുന്നണിയിൽ BJP-യുടെ ആ നേതൃപാടവം അല്ലെങ്കിൽ യഥാർത്ഥ തോൽവിയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റാതായതല്ലേ ഇത്തരം അഖിൽമാരാരെ പോലെയുള്ള നിരവധി സ്ഥാനാർത്ഥികൾ ഇതിനെ വഴിയാധാരമാകാൻ കാരണം?
യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും അഖിൽ മാരാരെ BJP-യിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമായിരുന്നു നടത്തേണ്ടതെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ആലോചിച്ച് നോക്കൂ, റോബിൻ രാധാകൃഷ്ണൻ അഖിൽ മാരാറിന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അതിന് ശേഷം മുമ്പ് അങ്ങോട്ട് ഉണ്ടായിരുന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് മുമ്പായിരുന്നു തോന്നുന്നു റോബിൻ രാധാകൃഷ്ണൻ. ഏതായാലും റോബിൻ രാധാകൃഷ്ണനെ ഒക്കെ നോക്കി പഠിക്കുക. റോബിൻ രാധാകൃഷ്ണൻ ഒരു സമയത്ത് വലിയ ബഹളവും അലർച്ചയും ഒക്കെ ഉണ്ടാക്കി വലിയ രീതിയിൽ ജനങ്ങളുടെ എതിർപ്പ് നേടിയിരുന്ന ഒരാളാണ്, സ്നേഹവും എതിർപ്പും ഒരേ സമയം നേടിയിരുന്ന ഒരാളാണ്. പക്ഷെ റോബിൻ രാധാകൃഷ്ണൻ ഒരു കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് ഒരു സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു കൃത്യമായ നിലപാടെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ റോബിൻ രാധാകൃഷ്ണനെ ആരും ഒന്നും പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. റോബിൻ രാധാകൃഷ്ണൻ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അഖിൽമാരെ പോലുള്ളവർക്ക് പല മൾട്ടി ടാലന്റഡ് ആണ് അഖിൽമാരാർ. അതുകൊണ്ട് തന്നെ അഖിൽമാരാറിന് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകണോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കോർ കമ്മിറ്റി, BJP-യുടെ കോർ കമ്മിറ്റിയിൽ BJP-യുടെ കോർ കമ്മിറ്റി എന്ന് പറയുമ്പോൾ BJP-യുടേതാണ്. അതിനകത്ത് മറ്റുള്ളവർ പങ്കെടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇലക്ഷന്റെ ബാക്കിയുള്ള വിശകലനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് അവിടെ ചർച്ച ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണോ അതോ അങ്ങനെ ചർച്ച നടക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. വിശദമായ ചർച്ച നടന്നതായിട്ടുള്ള ഒരു സൂചനകളും പുറത്തില്ല. കോർ കമ്മിറ്റിക്ക് പകരം NDA യോഗം പോലും വിളിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. NDA യോഗം വിളിച്ചപ്പോൾ ഓരോരുത്തരെയായി വിളിച്ച് സംസാരിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എല്ലാവരും കൂടി വന്നാൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നത്തെ മറികടക്കാനാണ്. പിന്നെ ഞാൻ പറയുന്നില്ല, ഈ BJP-യുടെ ഇപ്പോൾ നിലവിലുള്ള ഭാരവാഹിത്വത്തിൽ രാഷ്ട്രീയം അറിയുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ രാഷ്ട്രീയ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു കാര്യത്തെ സംസാരിക്കാനോ ഒന്നും കഴിയുന്നവർ എത്ര പേരുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പൊ തന്നെ നോക്കൂ, ഈ ജാൻമണി ദാസിനെതിരെ പരാതി കൊടുക്കാൻ പറഞ്ഞു. ജാൻമണി ദാസിനെതിരെ പരാതി കൊടുക്കാൻ പറയുമ്പോൾ എല്ലാ ജില്ലയിലും പരാതി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു സമരം മഹിളാ മോർച്ച എല്ലായിടത്തും കൊണ്ട് പരാതി കൊടുക്കുന്നുണ്ട്. എവിടെ പരാതി കൊടുത്താലും സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ നോം അനുസരിച്ച് എവിടെ പരാതി കൊടുത്താലും പരാതികളെല്ലാം ഒറ്റ പരാതിയായി പരിഗണിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും കൊടുക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നല്ല രീതിയിൽ ഒരു നല്ല ആളെ വെച്ച്, വക്കീലിനെ വെച്ച് നല്ല രീതിയിൽ ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്ത് ആദ്യം കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ ഒരു ക്യാമ്പയിൻ എന്ന രീതിയിൽ എല്ലായിടത്തും പ്രതിഷേധം ഉണ്ടെന്ന് അറിയിക്കുക എന്നുള്ളതല്ലാതെ അതിൽ വലിയ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ്, ആ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ ഇത് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ആ സമയത്തും സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് സമരം ചെയ്യാൻ പ്രഖ്യാപിച്ചു. ഇതൊക്കെ സത്യത്തിൽ രാഷ്ട്രീയം അറിയാത്തത് കൊണ്ടാണ്. ഒരു വിഷയം ഉണ്ടാവും. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ ജന്തർ മന്ദറിലെ ഇഷ്യൂ ഉണ്ടായി. ഈ ഇഷ്യൂവിൽ കേരളത്തിലെ BJP-യുടെ മീഡിയ സെൽ, IT സെല്ലിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായി? ഈ IT സെല്ല്, പിന്നെ മീഡിയ സെല്ല്, മീഡിയ പാനലിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞു ആയിരക്കണക്കിന് പേരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന അവരുടെ പണി എന്താ? അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ സോഷ്യൽ മീഡിയയിൽ ഇവർ മഞ്ഞപ്പത്രക്കാരെന്ന് വിശേഷിപ്പിക്കുന്ന, മഞ്ഞപ്പത്രങ്ങളും മഞ്ഞ ചാനലുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മൾ അടക്കമുള്ള ആൾക്കാരല്ലേ ഇതിനെല്ലാം പ്രതിരോധം തീർത്തുകൊണ്ട് ഓരോന്നിനും അഭിപ്രായം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനെ ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ടാണ് ഒരു അപ്രീസിയേഷൻ പോലും കിട്ടില്ല. 24 മണിക്കൂർ നമ്മളെ ചീത്ത വിളിക്കുകയും നമ്മളെ മോശക്കാരാക്കി പറയുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഉടനെ മഞ്ഞ, അവർക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും വാർത്ത വന്നാൽ ഉടൻ മഞ്ഞയാകും, പച്ചയാകും, നീലയാകും, പല കളറുകളാകും നമുക്ക്. പക്ഷെ അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ എത്ര പേര് എന്ന് ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും ഉണ്ടോ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ? ഈ സോഷ്യൽ മീഡിയയിൽ പരസ്പരമുള്ള സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയാണ് പലപ്പോഴും. ഞാനൊക്കെ ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ കണ്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. നമ്മുടെ ഒരു കടമയാണത്. നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനപ്പുറത്തേക്ക് ഈ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കൃത്യമായ അഭിപ്രായം ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു IT സെല്ലോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടോ? ഈ കേരളത്തിലെ മീഡിയകളെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സംഘപരിവാർ മീഡിയകൾ, അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഈ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഫലപ്രദമായി അത് ഉപയോഗിക്കേണ്ടതല്ലേ? അതിന് പകരം അവർ ടൂൾ കിറ്റ് നിർമ്മിക്കുന്നുവെന്നോ പണം കൊടുത്ത് ആൾക്കാരെ ഹയർ ചെയ്യുന്നുവെന്നോ ആലോചിച്ച് നോക്കൂ. ജന്തർ മന്ദറിൽ തുടങ്ങിയ ഒരു സമരത്തിൽ എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വന്നത്? ഗൾഫിൽ നിന്ന് വരെ. കഴിഞ്ഞ ദിവസം 23 അംഗ സംഘം ഖത്തറിലേക്ക് തിരിച്ചുപോയി. എന്ത് കോർഡിനേഷൻ ആയിരുന്നു അവരുടെ ഒരു സമരത്തിൽ ഉണ്ടായിരുന്നത്? കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എനിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ എനിക്ക് അങ്ങനെ അറിയില്ല, പക്ഷെ കേരളത്തിൽ നിന്ന് എന്ത് കോർഡിനേഷനാണ് ഉണ്ടായിരുന്നത്? ഈ സമരം വന്ന സമയത്ത് ഇതിനെതിരെ പ്രതികരിക്കാൻ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പറയാൻ ഈ മീഡിയ സെല്ലും ഈ IT സെല്ലും ഒക്കെ പ്രവർത്തിക്കേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ ഒന്നുമില്ല. നമ്മൾ ഓരോന്ന് പഠിച്ച അഭിപ്രായം പഠിച്ച് എഴുതി പറഞ്ഞു കൊണ്ടുവരികയാണ്. എന്നിട്ട് അവസാനം മഞ്ഞപ്പത്രക്കാരെന്ന് പേരും കിട്ടും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും ക്ലാസ്സിൽ പോയെങ്കിലും പഠിക്കാനാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയം കുറച്ചുകൂടിയെങ്കിലും അറിയുന്ന ആൾക്കാരെ ഈ ഇവരുടെ നേതാക്കന്മാരായി കൊണ്ടുവരിക. രാഷ്ട്രീയ ബോധ്യമില്ലാതെ വെള്ളയും ഇട്ട് നടന്ന് ഞാൻ അവിടെ ജയിച്ചു ഇവിടെ ജയിച്ചു, ഞാൻ ഇരുന്നപ്പോ എന്റെ പഞ്ചായത്തിൽ കിട്ടി, അടുത്ത പഞ്ചായത്തിൽ കിട്ടി, മറ്റേ അതൊക്കെ കഴിവുള്ള ആൾക്കാർ പല പഞ്ചായത്തിലും ഒക്കെ ജയിച്ചു പോകും. അത് അവരുടെ കഴിവാ, അല്ലാതെ നമ്മുടെ കഴിവൊന്നും അല്ല. നമ്മൾ ഓരോരുത്തരും നേതാക്കന്മാരായിരിക്കുന്നതുകൊണ്ടുള്ള കഴിവ് കൊണ്ടൊന്നും അല്ല അവിടെ ജയിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഏതായാലും നല്ലത് വരട്ടെ. അഖിൽ മാരാരും സത്യം പറഞ്ഞാൽ BJP-യോടൊപ്പം ഉറച്ചു നിൽക്കുകയാണ് അഖിൽ മാരാർ വേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം നേതൃത്വം, യുവാക്കളുടെ ഒരു നിര വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ BJP-യോടൊപ്പം തുടരാൻ അഖിൽ മാരാറിന് പറ്റുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്.
അല്ലെങ്കിൽ പിന്നെ അഖിൽ മാരാർ സ്വതന്ത്രനായി തുടരട്ടെ. അങ്ങനെയാണെങ്കിൽ അഖിൽ മാരാറിന് ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകുമായിരിക്കും. എന്തെങ്കിലും അഖിൽ മാരാർ തീരുമാനിക്കട്ടെ. പക്ഷെ ഐഡന്റിറ്റി ക്രൈസിസ് അഖിൽ മാരാർ മാറ്റണം. അദ്ദേഹത്തിനുള്ള പ്രശ്നം അദ്ദേഹം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. നന്ദി.